അല്ല, പോർച്ചുഗൽ ശരിക്കും വേൾഡ് കപ്പ് ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണോ വന്നിരിക്കുന്നത്, അതോ വേൾഡ് കപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം എന്നുള്ളതാണോ ഇവരുടെ ഉദ്ദേശം? ഇന്നത്തെ മത്സരം കണ്ടപ്പം എനിക്ക് തോന്നി ഇവരുടെ ഉദ്ദേശം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോവുക എന്നുള്ളത് ആണെന്ന്. 54 വർഷങ്ങൾക്ക് ശേഷം DR കോങ്കോ പോലത്തെ ഒരു ടീം വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുകയാണ്. ഇന്നേ വരെ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു ഗോള് പോലും അടിക്കാത്ത ടീം. ആ ടീമിനെതിരെ സമനില വഴങ്ങുന്നു. ആ ടീം ആദ്യമായിട്ട് ഒരു ഗോള് സ്കോർ ചെയ്യുന്നത് അതും പോർച്ചുഗലിൻ്റെ നെഞ്ചത്ത്. ഇതിൽ പരം ഒരു നാണക്കേട് പോർച്ചുഗലിന് ഇനി വരാനില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയാണ്, വേൾഡ് കപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചിലപ്പം ഒത്തിണക്കത്തിൻ്റെ പ്രശ്നം, തുടക്കത്തിൻ്റെ ഒരു പ്രശ്നം. എപ്പോഴും പോർച്ചുഗൽ വേൾഡ് കപ്പ് തുടങ്ങുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പം സ്പെയിൻ തുടങ്ങിയതുപോലെ തന്നെ ചിലപ്പം ക്ലച്ചൊക്കെ പിടിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ പിച്ചിലെ പെർഫോമൻസ്, അത് മാത്രമല്ല പിച്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ആ ഒരു കോച്ചിനോടാണ്. കോച്ചിന് അറ്റാക്ക് ചെയ്യണം, ഗോൾ അടിക്കണം എന്നുള്ള ആ ഒരു താല്പര്യമാണുള്ളത്. ആ താല്പര്യം നല്ലതാണ്, പക്ഷേ അത് വർക്കാകുന്നില്ല. മാക്സിമം പ്ലെയേഴ്സിനെ ഗോൾ അടിക്കാൻ അല്ലെങ്കിൽ ഫൈനൽ തേർഡിലോട്ട് പുഷ് ചെയ്യുക, മുന്നോട്ട് തള്ളി വിടുകയാണ് കോച്ച്. 2 ഫുൾ ബാക്സിനെയും വിങ്ങേഴ്സിനെയും അറ്റാക്കേഴ്സ് എല്ലാവരും അറ്റാക്കിൽ ഇൻവോൾവ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പോർച്ചുഗലിൻ്റെ ഒരു ലക്ഷ്യങ്ങളിലൊന്നല്ല ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. അവർക്ക് ഡിഫെൻസ് പ്രശ്നമല്ല, മാക്സിമം ഗോൾ അടിക്കുക എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ ഗോൾ അടിക്കുന്നുണ്ടോ, അതുമില്ല. ഈ രീതിയിലുള്ള ഫുട്ബോൾ, മാക്സിമം ഗോളുകൾ സ്കോർ ചെയ്യുക, മാക്സിമം അറ്റാക്കേഴ്സിനെ മുന്നോട്ട് പുഷ് ചെയ്യണമെങ്കിൽ പോർച്ചുഗലിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് കളിക്കണം, പൊസഷൻ കീപ്പ് ചെയ്യാൻ പഠിക്കണം, ലിങ്കപ്പിൽ ബെറ്റർ ആയിരിക്കണം, ചീപ്പായിട്ട് പൊസഷൻ ലൂസ് ചെയ്യരുത്. ഇന്ന് എത്ര പ്രാവശ്യം ചീപ്പറായിട്ട് ബോൾ പൊസഷൻ പോർച്ചുഗൽ ലൂസ് ചെയ്തു. ഓരോ പ്രാവശ്യവും പോർച്ചുഗൽ ബോൾ ലൂസ് ചെയ്യുമ്പോഴത്തേനും കോങ്കോയുടെ ട്രാൻസിഷൻ നമുക്കെല്ലാവർക്കും അറിയാം. ഇത്രയും അറ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഡിഫെൻസീവ് ലൈന് നിങ്ങൾ നോക്കിയാൽ, അതായത് ഡിഫൻഡേഴ്സിനെ നോക്കിയാൽ മാക്സിമം കോങ്കോയുടെ ഹാഫിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിഫൻസിനെ ടാർഗറ്റ് ചെയ്യാനും ഇൻ ബിഹൈൻഡ് റൺസ് നടത്താൻ ട്രാൻസിഷനിൽ എളുപ്പമാണ്. അപ്പം ഈ ഒരു ഓപ്പോസിഷൻ്റെ ഡിഫൻസീവ് ട്രാൻസിഷൻ്റെ സമയത്ത് പോർച്ചുഗലിൻ്റെ ഡിഫൻസീവ് ഷേപ്പ് മോശമാണ് എന്നുള്ള ഒരു പരാതി ശരിക്കും ഈ ഒരു പോർച്ചുഗൽ ടീമിനെതിരെ ഉണ്ട്. അത് ഇന്നത്തെ മത്സരത്തിലും കണ്ടു. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ഫുട്ബോൾ കളിക്കാനാണെങ്കിൽ ഇങ്ങനെ ചീപ്പറായിട്ട് ബോൾ പൊസഷൻ ലൂസ് ചെയ്യരുത്. അവിടുന്ന് വിസ ആയാലും അതേപോലെ തന്നെ സെഡ്രിക് ബക്കാംബു, ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ എത്ര റൺസ് നടത്തി. ബക്കാംബുവിൻ്റെ ആ ഒരു ഷോട്ട് ഗോളായിരുന്നെങ്കിൽ പോർച്ചുഗലിൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ? എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതുമാത്രമല്ല, ഈ ഒരു കോച്ച് റോബർട്ടോ മാർട്ടിനസിൻ്റെ ഭാഗ്യമാണ് പോർച്ചുഗലിൻ്റെ ഈ ഒരു ഗോൾഡൻ ജനറേഷനെ കോച്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത്. മറ്റേ ആ ജനറേഷനെ, ബെൽജിയത്തിനെ നശിപ്പിച്ച ഈ ഒരു കോച്ച് അവിടുന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഉടനെ തന്നെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യാൻ പോർച്ചുഗൽ ഉണ്ടായി എന്നുള്ളത് എനിക്കെത്താ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പോർച്ചുഗൽ എന്തിന് ഈ ഒരു കോച്ചിൻ്റെ പുറകെ പോയെന്ന്. പെർഫെക്റ്റ് കോച്ച്, പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരുടെ പെർഫെക്റ്റ് കോച്ച് ജോസെ മൗറിഞ്ഞോ ആയിരുന്നു, അവരുടെ നാട്ടുകാരൻ. അതേപോലെ തന്നെ പ്രൂവൺ വിന്നർ, ആ ഒരു മെൻറ്റാലിറ്റി. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബെഞ്ച് ചെയ്യണമെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു പവറുള്ള ഒരു മാനേജർ, അങ്ങനത്തെ ഒരു മാനേജർ, പ്രൂവൺ വിന്നർ വേണമായിരുന്നു ആ ഒരു ടീമിൽ. ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറ്റപ്പെടുത്തുകയല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ 3 ഷോട്ട് എടുത്ത മനുഷ്യൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ് ചെയ്തത് ലാസ്റ്റ് 70-75 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും സബ് ചെയ്യാമായിരുന്നു. സബ് ചെയ്ത് ജാവോ ഫെലിക്സിനെ കൊണ്ടുവന്ന് നോക്കാമായിരുന്നു. അപ്പം അതിനുള്ള ഒരു ചങ്കൂറ്റം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പേടിച്ചുള്ള ഈ അറ്റാക്കിൽ ഓവറായിട്ട് പോകുന്നു എങ്കിലും പലപ്പോഴും സൈഡ് വൈസ് പാസിങ്, ഇവരുടെ പാസിങ് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു അറ്റാക്കേഴ്സിനെ ഫീഡ് ചെയ്യാനുള്ള ലൈൻ സ്പ്ലിറ്റിംഗ് പാസുകൾ കൊടുക്കാനോ കട്ട് ബാക്സ് കൊടുക്കാനോ ഒക്കെ മടിക്കുകയാണ്. മുന്നോട്ടുള്ള പാസ്, അതായത് അവരുടെ ഫൈനൽ തേർഡിലോട്ട് പാസ് കൊടുക്കാൻ മടിക്കുന്ന പോർച്ചുഗൽ ടീം. ആ ഒരു പേടി
കോച്ചിനെ പോലെ ധൈര്യമില്ലായ്മ അത് അവരുടെ ടീമിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കോച്ചിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് 11 നിങ്ങൾ നോക്കിയാൽ ഡിഫെൻസീവ്ലി വീക്കറായിട്ടാണ് പോർച്ചുഗൽ മത്സരത്തിന് ഇറങ്ങുന്നത്. റൂബൻ ഡിയാസ് ഇല്ല, പരിക്ക് കാരണം റൂബൻ ഡിയാസിന് പകരം റെനാറ്റോ വേഗ, തോമസ് അറാഹോ, ഇതായിരുന്നു അവരുടെ സെൻട്രൽ ഡിഫൻഡേഴ്സ്. അതിൻ്റെ കൂട്ടത്തിൽ ക്യാൻസെലോ പോണക്കത്തെ ഒരു പ്ലെയറിനെയും കൂടെ അറ്റാക്കിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ഓവർ അറ്റാക്കിംഗ് ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ത്വര കാരണം ക്യാൻസെലോയും കൂടെ ആ ഒരു റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ്ലി അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ ബാലൻസ് ഭയങ്കര മോശമായി. ആ ഒരു റൈറ്റ് വിങ് നിങ്ങൾ നോക്കിയാൽ ഒരു സൈഡിൽ ക്യാൻസെലോ, റൈറ്റ് വിങ്ങറായിട്ട് ബെർണാഡോ സിൽവ, റൈറ്റ് വിങ്ങിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അറ്റാക്കും ഇല്ല. തുടരെ പൊസഷൻ നഷ്ടപ്പെടുന്നു. കുറച്ച് 1-2 ക്രോസസൊക്കെ ക്യാൻസെലോ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡിഫെൻസീവ്ലി ഭയങ്കര മോശമാണ്. ഈ ഒരു ഡിഫൻസിനെ റെനാറ്റോ വേഗയും തോമസ് അറാഹോയും പിന്നെയും എക്സ്പോസ് ചെയ്യാനാണ് ക്യാൻസെലോ പോണക്കത്തെ ഒരു റൈറ്റ് ബാക്കിനെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പകരം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ബാലൻസിന്, അറ്റാക്ക് ഡിഫൻസ് ആ ഒരു ബാലൻസിന് റൈറ്റ് ബാക്കായിട്ട് എന്തുകൊണ്ടും മത്തേസ് നൂനസിനെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ നമുക്കറിയാം സെക്കൻഡ് ഹാഫിൽ വന്ന ആ ഒരു പ്ലെയർ ചിക്കോ കോൺചിക്കാവോ ആണ് ആ ഒരു റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലെയർ. അത് പുള്ളി കാണിച്ചു തന്നു. എത്ര റൺസ് നടത്തി, എത്ര ടേക്ക് ഓൺസ് നടത്തി, എത്ര കട്ട് ബാക്ക് കൊടുത്തു. അപ്പോൾ ആ ഒരു അറ്റാക്കിൽ എന്തെങ്കിലുമൊക്കെ നടത്താൻ ശരിക്കും സെക്കൻഡ് ഹാഫിൽ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ചിക്കോ കോൺചിക്കാവോയ്ക്കാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ പലർക്കും റാഫേൽ ലിയാവെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. കണ്ട് തൃപ്തിപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലെയർ ഡിസർവിംഗ്ലി പെഡ്രോ നെറ്റോ തന്നെയാണ്. പെഡ്രോ നെറ്റോ കുറച്ച് ടേക്ക് ഓൺസ് നടത്തും, പിന്നെ പെഡ്രോ നെറ്റോടെ ക്രോസിങ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ബോക്സിലുള്ള ക്രോസിംഗ് ഒക്കെ അറ്റാക്കിംഗ് വൈസ് നല്ലതാണ് പോർച്ചുഗലിനെ സംബന്ധിച്ച്. റാഫേൽ ലിയാവോ ശരിക്കും ആരോൺ വാൻ ബിസാക്കയ്ക്ക് മുന്നിൽ മുട്ടിടിച്ച് വീഴുന്നത് കണ്ടു. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും റോബർട്ടോ മാർട്ടിനസിന് ആ ഒരു സൽബുദ്ധി തോന്നി അറ്റാക്കിനും ഡിഫൻസും തമ്മിലൊരു ബാലൻസ് ആ രീതിയിൽ ടീം സെലക്ഷൻ നടത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ ബാക്കിയുള്ള ടീമുകൾ, കൊളംബിയ പോണക്കത്തെ ടീം, ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ ടീം, അവരൊക്കെ ഉണ്ടല്ലോ ട്രാൻസിഷനിൽ വലിച്ച് കീറി ഒട്ടിക്കും. കൊളംബിയയുടെ ലൂയിസ് ഡിയാസും ക്യാൻസെലോയും തമ്മിൽ 1v1 നിർത്തി കഴിഞ്ഞാണല്ലോ തീർന്നു. അവിടെ വേണം മത്തേസ് നൂനസ് പോലെ ഡിഫൻസീവ്ലി കുറേ കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെ ലൂയിസ് ഡിയാസിനെതിരെ വേണം. ആമിസ് റോഡ്രിഗസ്, ലൂയിസ് ഡിയാസ്, റിച്ചാർഡ് റിയോസ്, ലൂയിസ് സുവാരസ് കൊളംബിയക്കെതിരെ ഭയങ്കര മോശമാണ്. കൊളംബിയ മാത്രമല്ല ഉസ്ബെക്കിസ്ഥാനും. കോങ്കോയ്ക്കെതിരെ ഇതാണ് കളിയെങ്കിൽ ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയൊക്കെ ഈ പോർച്ചുഗലിനെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോഴേ പേടി വരുന്നുണ്ട്. കുറച്ചുകൂടെ ചങ്കൂറ്റത്തോടെ നല്ല രീതിയിൽ ടീമിനെ സെലക്ട് ചെയ്യുക, പ്ലെയേഴ്സിനെയൊക്കെ സബ് ചെയ്യേണ്ട സമയത്ത് ചങ്കുറപ്പോടെ പോയി സബ് ചെയ്യുക. എന്നാൽ മാത്രമേ പോർച്ചുഗലിന് മുന്നോട്ടൊരു യാത്ര പോസിബിൾ ആകത്തുള്ളൂ. ടീമിനെ മാക്സിമം ജെല്ല് ചെയ്യിപ്പിച്ച് എന്നാ പറയുക ആ ഒരു താളം കണ്ടെത്താനൊക്കെ കോച്ചിന് സാധിക്കണം. അപ്പം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായിടുക. മറ്റോ നല്ല വീഡിയോ ആയിട്ടാണ്.